ഹായ് ഫ്രണ്ട്സ്, പുതുമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ റെസിപ്പിയിൽ കാണിക്കാൻ പോകുന്നത് ഏത്തക്ക കൊണ്ടുള്ള ഒരു ശർക്കര ഉപ്പേരിയും ഏത്തക്ക ചിപ്സുമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എന്നാലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം ഏത്തക്ക ഉപ്പേരിക്കുള്ള സാധനം കാണിക്കാം. ഒരു വലിയ ഏത്തയ്ക്ക കട്ടിക്കിരഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. ഒരു കഷ്ണം ശർക്കര, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ ചുക്കുപൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഉപ്പേരിക്കുള്ള ഏത്തയ്ക്ക ഈ ഒരു കട്ടിക്ക് വേണം അരിഞ്ഞെടുക്കാൻ. നമുക്ക് ആദ്യം ഉപ്പേരിക്കുള്ള കായ വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം വറുത്തെടുക്കാൻ. എന്നാലേ അഹമൊക്കെ നല്ലപോലെ ഫ്രൈ ആകത്തുള്ളൂ. കാരണം ഇത് നല്ല കട്ടിക്കാണല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത്. കുറച്ച് സമയം എടുക്കും കേട്ടോ ഇത് വറുത്ത് കിട്ടാൻ. ഇപ്പോൾ കായൊക്കെ ഏകദേശം വറുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. ഇനി നമുക്കിതിനുള്ള ശർക്കര പാവ് റെഡിയാക്കാം. ശർക്കര കുറച്ച് ഉടച്ചിട്ടേക്കുവാണ്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടിപ്പോകരുത്, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതൊന്ന് ജസ്റ്റ് ഉരിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റാം. ഇപ്പോൾ ശർക്കരയൊക്കെ ഉരുവിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. എന്നാലേ അതിലുള്ള കല്ലും മണ്ണും ഒക്കെ മാറത്തുള്ളൂ. ഇനി വേണം ശർക്കര നല്ലപോലെ കുറുക്കിയെടുക്കാൻ. ഇപ്പോൾ ശർക്കര നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ശർക്കര ഒരു നൂൽ പരുവം ആവുന്നവരെ നമുക്ക് ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ ശർക്കര ഏകദേശം കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. കണ്ടോ, ഒരു നൂൽ പരുവത്തിനാണ് ശർക്കര ഉരുക്കിയെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച കായ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ശർക്കര പാവും കായയും കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ കായയിലൊക്കെ ഈ ശർക്കരപ്പാവ് നല്ലപോലെ കോട്ടിങ് ആവണം കേട്ടോ. അപ്പോൾ നല്ലപോലെ കോട്ടിങ് ആയി വരുന്നുണ്ട്. തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ആഡ് ചെയ്യാം. അരിപ്പൊടി ആഡ് ചെയ്യുമ്പോഴാണ് ഇത് നല്ലപോലെ ഡ്രൈ ആയി കിട്ടുന്നത്. ഞാൻ 1 ടീസ്പൂൺ ചുക്കുപൊടി കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. കാരണം അടി പിടിച്ച് പോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നല്ല ചൂടുണ്ട് പാത്രത്തിന്. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേ കറക്റ്റ് പരുവത്തിനായി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര വരട്ടിയുടെ ജോലി കഴിഞ്ഞു. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഏത്തക്ക ചിപ്സിനുള്ള സാധനമൊക്കെ നോക്കാം. ഞാൻ 1 ഏത്തക്ക തന്നെയാണ് ഇതിനും എടുത്തേക്കുന്നത്. ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് വെള്ളം, പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ. ഇപ്പോൾ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച കായ കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റി നല്ലപോലെ ഡ്രൈ ആക്കി വെച്ചേക്കുവാണ്. കായ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങ് ഒട്ടിപ്പിടിച്ച് പോവും. ഇപ്പോൾ കായ ഏകദേശം പകുതി വറുത്തിട്ടുണ്ട്. പകുതി വറുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഉപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഉപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തേക്കാണ്. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം നല്ലപോലെ വറുത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഏത്തക്ക ചിപ്സും റെഡി ആയിട്ടുണ്ട്. ഏത്തക്ക ശർക്കര വരട്ടിയും ഏത്തക്ക ചിപ്സും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതുമാസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ഓണം അടിപൊളി റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.